ഇത് മന അച്ഛനായിട്ട് ഇരുന്നിരുന്നത് ഇത് തന്നെ മോഡിഫിക്കേഷൻ. രണ്ടു ദിവസം ഇവിടെ ഉണ്ടാവും അല്ലേ? ഒരാഴ്ച ഉണ്ടാവും. ഒരാഴ്ച. അതിലിടയ്ക്ക് കാളവണ്ടി കണ്ടിട്ടില്ല. ഇത് കാള പറഞ്ഞാൽ നമ്മുടെ ഈ കടപ്പുറത്തോലിക്കും വലിയിരിക്കാവിലേക്കൊക്കെ വെച്ച് കൊണ്ടുപോകുന്നതാണ്. ഇത് പഴയ പെട്രോൾ ബസ്സാണ്. അതിൻ്റെ അടിയിൽ മറ്റേ അന്ന് വെള്ളം കോരിയിരുന്ന കൊട്ട കെട്ടി തൂക്കിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലുള്ള കാളവണ്ടിയുടെ ചോട്ടില് അല്ല, ഇത് പെട്രോൾ മാക്സ് പഴയ കാലത്തെ ഇലക്ട്രിസിറ്റി ഇറങ്ങാത്ത കാലത്ത് ഇതിപ്പോ ഉള്ളതാ ഇല്ല? ഇത് പണ്ടില്ലല്ലോ. പണ്ടല്ല, ഇതിപ്പോ ഒരു 10 കൊല്ലത്തെ പഴക്കം കിട്ടും. 10 കൊല്ലത്തെ. പക്ഷെ ഇതൊക്കെ നിങ്ങളുടെ കുട്ടിക്ക് ഇതൊക്കെ കുട്ടിക്കാലത്തുള്ള ഇത് കൊട്ട കണ്ടോ? അതില് സാമഗ്രികളുണ്ട്, കുമസ, അത് ഇത് സൂക്ഷിക്കാനും ബുദ്ധിമുട്ട് തന്നെയാണ്. ഉപകരണങ്ങള് ഇതില് ചില ബ്രേക്കും സിസ്റ്റമാറ്റിക്കും ഒക്കെ ഉണ്ട്. അത് മറ്റേ വൈക്കോലും നാളികേരം കൊണ്ടപ്പോൾ ഇതിന് മുഴുവൻ പൂവക്കോട്ടല്ല. അന്ന് ഞങ്ങൾക്ക് ഇവിടെ നമ്മുടെ കൊടലൂരിനാട് പോയിട്ട് നിങ്ങളുടെ ആ തെരുവ് കഴിഞ്ഞിട്ട് അവിടെ ഒരു കുന്നുണ്ട്. ഇപ്പം എഴുത്തച്ഛന്മാർ പോയത് അവിടെ ഉണ്ണിപ്രാന്തങ്കാവിൻ്റെ അവിടെ മുകളിൽ. എന്തോ സ്വാമി ഉണ്ടായിരുന്നു, ഒരു വിറ്റ് പോയല്ലോ മഠത്തില്. അതെ, അതല്ല അതിന്റെ ഇത് കുന്നായിരുന്നു. മഠത്തില് സ്വാമി പോയിട്ട് അധികകാലമായിട്ടില്ല. അവരിവിടെ വന്നു കൂടിയതോ ആദ്യം ഉള്ളതോ? അത് എങ്ങനെ അറിയാട്ടോ. ഇതിന് ബ്രേക്ക് ഇവിടെ അവിടെ ചവിട്ടുമ്പോഴേ അവിടെ ചവിട്ടുമ്പോ ഇതിലാണ്ട് വന്നു വരെയും അങ്ങനെയൊക്കെ ആയിരുന്നു. കാളവണ്ടി ഇത്ര സ്പേസ് ഉള്ളൂ. ഇതുകൊണ്ട് കഴിഞ്ഞോളണം എല്ലാ കാര്യങ്ങളും. ചിലതിലൊക്കെ അധികം ഉണ്ടാവും അല്ലേ? കുറച്ച് വലുപ്പത്തിലൊക്കെ കെട്ടിണതൊക്കെ. ഇതിപ്പോ കുട്ടി മകന്റെ പണ്ട് ഈ വീടൊക്കെ തേക്കുമ്പോ, പക്ഷെ ഈ അരക്കുമ്പോ ഈ എഴുത്ത് പോകൂലേ? ഇല്ല, അതൊക്കെ ഇല്ല. അല്ല, ഇതിപ്പോ ഞങ്ങൾ ഇങ്ങനെ ഇവിടെ വെച്ചതാ. ഇപ്പൊ നാളികേരം ഉടക്കാൻ വേണ്ടി വെച്ചതാ. ഈ വേട്ടയ്ക്ക് ഒരു മകന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരുപാട് നാളികേരാ. അതുകൊണ്ട് പഴയ കാലത്ത് ഈ കല്ല് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ വീടൊക്കെ കുമ്മായം തേക്കണമെങ്കിൽ അന്ന് കുമ്മായത്തിന്റെ ബിസിനസ് ഉണ്ടായിരുന്നൂടെ? ഇത്ര കൊടുത്തിട്ട് ആൾക്കാർ വെച്ച് കുമ്മായം അരച്ചിട്ട് തനിക്ക് കുറച്ച് കുമ്മായം വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ അരച്ച് വീട് തേക്കാനേ സിമെന്റ് അച്ചോടമോട്ടെ. സിമെന്റ് ഇപ്പൊ 100 കൊല്ലം 150 കൊല്ലല്ലേ ആയുള്ളൂ ഇതിലായിട്ട്.